സന്ദേശം ചെയ്യും. 29 രാത്രി നിങ്ങളുടെ വരപ്പുഴ വീട്ടിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്ന് എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ രാത്രി സംസാരിച്ചുകൊണ്ടിരുന്നതാ. 11:30 വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. 11:30 വരെ ഞങ്ങൾ നല്ല രീതിക്ക് സംസാരിച്ചിരുന്നത്. പുള്ളി നാട്ടിൽ പോവാ അങ്ങനെയൊക്കെയാ പറഞ്ഞത്. മെസ്സേജ് അയച്ച് ഞാൻ ഫോൺ താഴെ വെച്ചപ്പോൾ തന്നെ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കോള് വന്നു. ആരാണ് വിളിച്ചത്? ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് വിളിച്ചത്. അവൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വാട്സാപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്ക്, നീ പെട്ടെന്ന് തന്നെ ഷെരീഫിൻ്റെ അടുത്ത് പോന്ന് പറഞ്ഞു. പക്ഷെ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അവരതാ തൂങ്ങാൻ നിൽക്കുക, 2 കയറൊക്കെ ഇട്ടിട്ട് ഫോട്ടോ അയച്ചിരുന്നു. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിനക്ക് എന്താ വട്ടാണോ? എന്നാൽ എന്നോടൊപ്പം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാ പുള്ളി. എന്നോട് പോയൊരു സൂചന പോലും എനിക്ക് തന്നില്ല. അപ്പം എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ ആ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ അത് എൻ്റെ അതേ സെയിം റൂം, എൻ്റെ ഷോള്, ഒരു പ്ലാസ്റ്റിക് ഒരു മഞ്ഞ കയറും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പം തന്നെ ഞാൻ പുള്ളിനെ കുറേ വിളിച്ചു, ഹസ്ബൻഡിനെ കുറേ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നെറ്റ് ഓഫാണ്, പുള്ളിയുടെ നെറ്റ് ഓഫായി. അതുവരെ എന്നോട് സംസാരിച്ചപ്പോൾ നെറ്റ് ഓഫ്. അപ്പം തന്നെ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. അപ്പം തന്നെ അവിടെ നിന്ന് പോയി ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളെ വീട് നോക്കുന്ന, ഞാൻ അപ്പോഴാണ് അവിടെ നിന്ന് ഒരാഴ്ച മുന്നാണ്, 2 ആഴ്ച മുന്നാണ് വരാപ്പുഴയിലോട്ട് ഞങ്ങൾ വീട് മാറുന്നത്. അതിന് മുന്നേ ആലുവയിലായിരുന്നു. അപ്പോൾ മോനും എൻ്റെ 3 മക്കളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ വീടൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടായിരുന്നു നിങ്ങള് ഹസ്ബൻഡും മോനും മാത്രമായിട്ടാണ് ഇങ്ങോട്ട് മാറിയെന്നൊക്കെ. അങ്ങനെ ഓരോ ചാനലിൽ ഓരോ രീതിയിലാണ് പറയുന്നത്. ഇവരാരും ഇതിന്റെ സത്യം എന്താണെന്ന് ആർക്കും അറിയണ്ട. എന്താണ് ഇതിന്റെ പുറകിൽ സംഭവിച്ചത്, ഒരാൾ എന്താണോ പറയുന്നത് അതാണ് സോഷ്യൽ മീഡിയ ഇന്ന് പുറത്തിറക്കിക്കൊണ്ടിരിക്കുക. ന്യൂസ് ചാനലായാലും എല്ലാവരും, ആർക്കും ഇതിന്റെ സത്യം അറിയണ്ട. ആരും ഇന്നവരെ എന്നോട് ഇത് എന്താണ് സത്യം ഒന്നും ആരും ചോദിച്ചിട്ടില്ല. അവർക്ക് തോന്നുന്നതല്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോന്, ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടില് ചൂടാണ്, അവർക്ക് എൻ്റെ മോൻ ചൂടത്ത് കിടക്കുന്നതെന്ന് കണ്ടപ്പോഴാണ് പിന്നെ എൻ്റെ 3 മക്കളെ എനിക്ക് കൊണ്ടുവരണം, നിന്ന് പഠിപ്പിക്കണം. അപ്പം അതിനൊക്കെ സൗകര്യം നോക്കിയാണ് ഞാൻ ഇത്രയും വലിയ വീടെടുത്തത്. ഞങ്ങൾ 2 പേരും ഒരുമിച്ച്, ആ വീടിന്റെ എഗ്രിമെന്റ് എൻ്റെ പേരിലാണ്. ഞാൻ 50,000 രൂപ അഡ്വാൻസ് കൊടുത്ത് ഞാൻ എടുത്ത വീടാണ് അത്. എന്നിട്ട് പിന്നെ ഹസ്ബൻഡും മോനും വന്ന് ഒറ്റയ്ക്ക് വന്ന് താമസിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ ഒരുമിച്ച് വന്ന് താമസിച്ച് മരിക്കുന്നതിന് ഒരാഴ്ച മുന്നാണ് ഞാൻ, അതുവരെ ഞാൻ അവിടെ ഉണ്ട്. 3 ആഴ്ച ആ വീട്ടിൽ താമസിച്ചത്. അതിൽ 2 ആഴ്ച ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരാഴ്ച ഞങ്ങൾ തമ്മിൽ ഇഷ്യൂ ആയിട്ട് ഞാൻ അവിടെ നിന്ന് മാറി നിന്നു. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാ ഫാമിലിയിലും ഉണ്ടാവുന്ന ചെറിയ ചെറിയ സൗന്ദര്യ പ്രശ്നങ്ങൾ, വഴക്ക്. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കളെ 3 പേരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് വീടെടുത്തത്. പുള്ളി ഓക്കെ ആയിരുന്നു. പക്ഷെ വീട് മാറി മക്കളെ കൊണ്ടുവരാൻ ഞാൻ സ്കൂളൊക്കെ അറേഞ്ച് ചെയ്തു, എല്ലാം ഓക്കെ ആയി കൊണ്ടുവരാനുള്ള സിറ്റുവേഷൻ ആയപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു, നിനക്കും നിന്റെ ഭർത്താവിനും, അതായത് ആദ്യത്തെ ഹസ്ബൻഡിലുള്ള മക്കളാണ്, നിങ്ങൾക്ക് 2 പേർക്കും നോക്കാൻ പറ്റില്ലെങ്കിൽ വല്ല ഓഫണേജിലോ എത്തിങ്ങാനയിലോ കൊണ്ടാക്കിക്കോണം, ഇവിടെ നിർത്താൻ പറ്റത്തില്ലെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വാടകയ്ക്ക് എടുത്ത വീട്, ഞാൻ ജോലിക്കാരിന് ഞാൻ ശമ്പളം കൊടുത്ത് ഞാൻ ജോലിക്കാരിന് വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഒന്നും അറിയണ്ട. പുള്ളി 2 വർഷമായിട്ട് പുള്ളി ജോലിക്ക് പോലും പോകുന്നില്ല. പുള്ളിക്കൊരു സിഗരറ്റ് മേടിക്കുന്നത് കൂടെ ഞാൻ ആ കാശ് കൊടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് എൻ്റെ മക്കളോട് കൊണ്ട് നിർത്തിക്കൂടാ? ഞാൻ 2ാമതൊരു വിവാഹം കഴിക്കാൻ തന്നെ കാരണം എനിക്ക് എൻ്റെ മക്കൾക്ക്, എനിക്ക് ഉമ്മയില്ല ഉപ്പയില്ല, ഫാമിലി ഒന്നും ഇല്ല എനിക്ക്. അപ്പം ഈ 3 മക്കളെയും കൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. എനിക്കൊരു ജോലിക്ക് പോകാന്ന് വെച്ചാൽ വിദ്യാഭ്യാസമില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഒരു ജോലി എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യണമെന്ന് അറിയില്ല. ഒരു ടെക്സ്റ്റൈൽസിൽ നിന്നാൽ കുറേ കമൻസ് ഒക്കെ വന്നു, ടെക്സ്റ്റൈൽസിൽ നിന്നാലും ജോലിക്ക് പോയാലും നടക്കുന്നു. ഈ 3 കൊച്ചുങ്ങളെ വെച്ച് ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോയിട്ട് ഈ 3 കുട്ടികളുടെ പഠിപ്പ്, ഈ വീട്ടിലെ ചെലവ്, ഇതെല്ലാം കൂടെ നടക്കുമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് ഓക്കെ അല്ല, നടക്കത്തില്ല. 3 ആൺകുട്ടികളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പുള്ളി നോക്കിക്കോളാം. അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കുറെ മീഡിയക്കാർ പറഞ്ഞായിരുന്നു 4 വർഷം മുൻപാണ്, 5 വർഷം മുൻപാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ച ഒരാളാണ് ഷെരീഫ് എന്ന് പറയുന്നത് 13ാം വയസ്സിൽ. എനിക്കിപ്പോൾ 30 വയസ്സായി. 13 വയസ്സ് മുതൽ ഞാൻ പ്രേമിക്കുന്നതാണ്, ഞങ്ങൾ തമ്മിൽ ഒന്നായിട്ടുള്ളതാണ്. അതിൽ 2 വർഷം ഞങ്ങൾ പ്രേമിച്ചു. 13, 14, 15 വയസ്സ് വരെ ഞാൻ പ്രേമിച്ചു. 15ാം വയസ്സിൽ ഞങ്ങളുടെ സാഹചര്യം കാരണം പുള്ളീനെ വേറെ കല്യാണം കഴിപ്പിച്ചു, എന്നെ എൻ്റെ വീട്ടുകാർ വേറെ കല്യാണം കഴിപ്പിച്ചു. വീണ്ടും എനിക്ക് അതിൽ 3 മക്കളായി, പുള്ളിക്ക് അവിടെയും 3 മക്കളായി. അതിനുശേഷം പല സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വേറെ വിവാഹം കഴിച്ചു. പുള്ളി എൻ്റെ മലപ്പുറത്തുള്ള ആള് വേറെ വിവാഹം കഴിച്ചു. ഷെരീഫിന്റെ ഭാര്യയ്ക്ക് മെന്റലി കുറച്ച് പ്രോബ്ലം ഉള്ള കാരണം അവരും
വലിയ ചെറുച്ചിലല്ല. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ എൻ്റെ 3 മക്കളും ഒറ്റയ്ക്കാം. അപ്പൊ എനിക്ക് തന്ന വാക്കാണ് ഞാൻ എൻ്റെ 3 മക്കളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും ഒന്നാവുന്നത്. തീർച്ചയായും ഞങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പുള്ളി എടുത്ത് കത്തിച്ചിട്ടാ പോയത്. എന്തിനാ കത്തിച്ചതെന്ന് അറിയില്ല, എല്ലാം നശിപ്പിച്ചിട്ടാ പോയത്. ഇപ്പോ എൻ്റെ ആദ്യത്തെ 3 മക്കള് എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡിന്റെ അടുത്ത് ഈ പാൽപ്പായസം വെബ് സീരീസിലോട്ട് വരാൻ തന്നെ കാരണം എൻ്റെ രണ്ടാമത്തെ ഹസ്ബൻഡിന്റെ വീട് ജപ്തിയുടെ വക്കത്തെത്തി. ഒരു നിവൃത്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നിനക്ക് അന്ന് ഞാൻ ഈ ടിക്ടോക്ക് വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു, അപ്പൊ അതിലെനിക്കൊരു ഓഫർ വന്നു, ഇങ്ങനെ സീരിയലിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു 60,000 രൂപ കിട്ടും, നമുക്ക് ഇതില് ബാങ്കിൽ അടയ്ക്കാലോ, പോവാൻ പറ്റുമെന്ന് വെച്ചപ്പോ ഞാൻ ഓക്കെ. എനിക്കും ഭയങ്കര താല്പര്യമായിരുന്നു അഭിനയിക്കാനൊക്കെ. അതെ, ഹസ്ബൻഡിന്റെ ഇഷ്ടപ്രകാരം അയാളുടെ സമ്മതിച്ചിട്ട് തന്നെയാണ്. വെബ് സീരീസ് അല്ല, അതും അറിയില്ല കേട്ടോ, അതും ചീറ്റിക്കായിരുന്നു. സീരിയൽ എന്നും പറഞ്ഞാൽ വന്നത്. അവിടെ വന്ന് നോക്കുമ്പോഴാണ് കഥകളൊക്കെ മാറുന്നത്. എനിക്ക് ഈ വായിക്കാനും എഴുതാനൊന്നും അറിയാത്തതുകൊണ്ട് അവർ തരുന്ന അഗ്രിമെന്റിലൊക്കെ ഒപ്പിട്ടു. അത് വേറൊരു സൈഡ്, അതും ചീറ്റിംഗ് ആയിരുന്നു. എന്നാലും എൻ്റെ ലൈഫ് അവിടെ നിന്നാണ് മറിയുന്നത്. മറ്റത് ആദ്യം കല്യാണം കഴിച്ച സമയത്തൊക്കെ നല്ല രീതിയിൽ വീട്ടില് കുറച്ച് മിണ്ടാപ്രാണികളൊക്കെ ഉണ്ട്. ആട്, കോഴി, താറാവ്, മക്കള്, അവരുടെ സ്കൂള്, മദ്രസ, നല്ല ഹാപ്പി ആയിട്ട് പോയിരുന്നു. പുള്ളിയും കോഴിക്കടയിൽ ജോലിക്കൊക്കെ പോവായിരുന്നു. 2 വർഷമായിട്ടാണ് ഞങ്ങളുടെ ലൈഫ് ഒന്ന് മാറിപ്പോയത് മൊത്തത്തിൽ. ഞാൻ എന്ന് ഈ വെബ് സീരീസിൽ അഭിനയിക്കാൻ വന്നു, അതിനുശേഷമാണ് മൊത്തത്തിൽ മാറിപ്പോയിട്ടുള്ളത്. അല്ല, ഞങ്ങൾ നാട്ടിൽ തന്നെ ആയിരുന്നു, ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. ഇതിൽ അഭിനയിച്ചതിന് ശേഷം ഞങ്ങൾക്ക് മൊത്തത്തിൽ അവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ദീനി ആയിട്ടുള്ള മുസ്ലിങ്ങളുടെ ആ ഒരു ഇതിൽ ഭയങ്കര ചിട്ടയായിട്ടുള്ള ആൾക്കാരാണ്. അതിനൊരു വ്യക്തി ഇങ്ങനെ അഭിനയിക്കാൻ പോവാന്ന് പറയുമ്പോൾ അവർക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് എൻ്റെ സാഹചര്യം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ സഹായിക്കാനായിട്ട് എനിക്ക് പുള്ളിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. കോഴി ഷോപ്പിനെ ബന്ധപ്പെട്ട് ഒരു ഷോപ്പിൽ തന്നെ 10-14 ലക്ഷം രൂപ, വേറൊരു ഷോപ്പിൽ 10-17 ലക്ഷം രൂപ, ഈ വീട് ജപ്തി, ഇങ്ങനെ ഒരുപാട് കടങ്ങൾ വന്നപ്പോൾ ഭാര്യ എന്ന നിലയിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിൽ പുള്ളി എന്നോട് ഒരു ഉപകാരമായി ചോദിച്ചത് അഭിനയിക്കാൻ പറ്റുമോ എന്ന്. ഓക്കെ, ഞാൻ ഇറങ്ങി. പക്ഷെ ഇത് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഞങ്ങളെ പള്ളി കമ്മിറ്റി എല്ലാവരും ഭയങ്കരമായിട്ട് ഇതാക്കി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ സ്ഥിരമായത്, കൊച്ചിയിൽ സ്ഥിരമായത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 2 വർഷം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഭിനയിച്ചിട്ടായാലും ഇങ്ങനെ നല്ല രീതിയിൽ. ഈ ഹസ്ബൻഡിന്റെ 3 മക്കളുണ്ട് നാട്ടിൽ, ഭാര്യയും 3 മക്കളും. അവർക്കും ഞാൻ തന്നെ ചെലവിന് കൊടുക്കുന്നത്. എനിക്ക് 3 മക്കളും ഹസ്ബൻഡും ഉണ്ട് അവിടെ നാട്ടിൽ, അവരെയും ഞാൻ തന്നെയാണ് നോക്കണത്. ഇവിടത്തെ ഫാമിലി, ഈ ഹസ്ബൻഡ്, മോനും ഒരു ജോലിക്കാരി. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് 2 വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ല. പുള്ളിക്ക് മോനെ നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പുള്ളി നോക്കൂല എന്നാണ് പുള്ളിയുടെ ക്യാരക്ടർ. പെട്ടെന്ന് മാറുന്നൊരു ക്യാരക്ടറാണ്. സ്നേഹമാണ്, പാവമാണ്, പക്ഷെ ഇടയ്ക്കൊരു എന്താ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് പേടിച്ചിട്ടാണ് മോൻ ഒറ്റയ്ക്കാക്കി പോവാനുള്ള ധൈര്യം ഇല്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ജോലിക്കാരിനെയും കൂടെ വീട്ടിൽ വെച്ചത്. പക്ഷെ എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരാള് ജോലിക്ക് പോയിട്ട് 3 കുടുംബമാണ് നോക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ്, 3 മക്കള്, പുള്ളിയുടെ ആദ്യത്തെ ഭാര്യ, 3 മക്കള്, ഇവിടത്തെ കുടുംബം. ഈ 3 കുടുംബം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇതുവരെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ പുള്ളി പോയെന്ന് കരുതി എനിക്ക് ആ കുടുംബം അവരുടെ ഒപ്പം പോയെന്നും പറഞ്ഞാൽ അവരുടെ 3 മക്കളെയും ഭാര്യനെ എനിക്ക് നോക്കാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ കണ്ണടയുന്നവരെ എന്നെ കൊണ്ടുള്ള സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. കാരണം പുള്ളി പോയി, അതിനവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. അപ്പൊ അവര് പറയുന്നത് ഞാൻ കാരണമാണ് ഇതൊക്കെ ചെയ്തതെന്നാണ്. പറയുന്നവര് പറയട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. ജോലിക്കാരി ഉണ്ടായിരുന്നു. ജോലിക്കാരിന് ഈ കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് ഞാൻ അവസാനമായിട്ട് എൻ്റെ മോനെ ഞാൻ കാണുന്നത്. 14-ാം തീയതി. അത് എന്താന്ന് വെച്ചാൽ അതിന്റെ 2 ദിവസം മുൻപ് ഞാനും ഹസ്ബൻഡും തമ്മിൽ വഴക്കായി. എന്നെ നന്നായി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തായിരുന്നു. രാത്രി റൂം മൊത്തം പൂട്ടിയിട്ട് ഭയങ്കര സീനായിരുന്നു. മരിച്ചുപോയി, ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറയാൻ പാടില്ല. പക്ഷെ എങ്കിലും സത്യം എന്താണെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് പറയുന്ന. അങ്ങനെ ഭയങ്കര ഇഷ്യൂസൊക്കെ ആയി. പിറ്റേന്ന് രാവിലെ ജോലിക്കാരി ചേച്ചി എഴുന്നേറ്റ് ഡോറ് തുറന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ചേച്ചിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയുണ്ട്, പോവാണ്. അവരെയൊന്നും അറിയിച്ചില്ല പ്രശ്നങ്ങളൊന്നും. നമ്മളെപ്പോഴും വൈഫും ഭാര്യയും നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും 3-മതൊരാൾ അറിയാതിരിക്കുക എന്നുള്ള മാക്സിമം നോക്കുന്നത്. അവരെ ഒന്നും അറിയിച്ചില്ല, എനിക്ക് തിരക്കാണ്, പോവാണെന്ന്. മോനെ എഴുന്നേറ്റിട്ട് പോലുമില്ല. അവർ 2 പേരും ഉറങ്ങും, ഹസ്ബൻഡും മോനും ഉറങ്ങും. നേരം വിളിക്കുന്നവരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, അടിയും വഴക്കുമായിരുന്നു. നേരം വിളിക്കാൻ നേരത്തെ പുള്ളി ഒന്ന് ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ
ഞാൻ വേഗം എഴുന്നേറ്റ് ചേച്ചി വാല തുറന്ന സമയത്ത് പുറത്തോട്ട് ചാടി ഇറങ്ങി. പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറയും മോനെ ഒന്ന് കാണാൻ ചേച്ചി, ഇക്കാനോട് പറയണ്ട എൻ്റെ അടുത്തോട്ടോ വരുന്നതെന്ന് വിടത്തില്ല, വേറെ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് ഷോപ്പിങ്ങിന് എന്തെങ്കിലും പോവുകയാണെന്നാണ് മോനെയും കൊണ്ട് ഇറങ്ങണമെന്നും പറഞ്ഞു അവർ വന്നു. 14-ാം തീയതി രാവിലെ മുതൽ വൈകിട്ട് 7 മണി വരെ ഞാൻ എൻ്റെ മോനെയും കൊണ്ട് കൊച്ചി ഒരു ഇതൊക്കെ കറങ്ങി. എനിക്ക് ഇവിടെ ഒരു ഓർഫണേജിൽ കുറച്ച് ഫുഡും കാര്യങ്ങളും കൊടുക്കുന്ന ഇതുണ്ടായിരുന്നു, അതൊക്കെ മോനെയും കൊണ്ടുപോയി കൊടുത്ത് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ച് പറഞ്ഞയച്ചു. അതിൻ്റെ പേരിൽ എന്തിന് എൻ്റെ മോനെ ഹസ്ബൻഡിനോട് ചോദിക്കാതെ എന്തിന് മോനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്നുള്ള ആ ഒരു രീതിയിൽ ജോലിക്ക് നിർത്തി ചേച്ചിനായിട്ട് വഴക്കായി. അവരെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ പുള്ളി തന്നെ ഒളിപ്പിച്ച് വെച്ചു, എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് പറഞ്ഞു ദിയ ഇവിടുന്ന് ഡ്രസ്സും കംപ്ലീറ്റ് എടുത്തിട്ടാണ് പോയിട്ടുള്ളത്, നിങ്ങളല്ല അവൾക്ക് ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് തന്നേന്ന്. അതായത് മോനെ കാണിക്കാൻ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഡ്രസ്സ് മൊത്തം കൊണ്ടുവന്നേന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ല മോനെ, ഞാൻ മോനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ, ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ലിട്ട് ചേച്ചി വിളിച്ച് കാണിച്ചു കൊടുത്തു, അലമാരയിൽ മടക്കി വെച്ച ഡ്രസ്സുകൾ കാണിച്ചു. ഇതൊന്നും അല്ല വേറെയും ഡ്രസ്സുകൾ ഉണ്ടെന്നും പറഞ്ഞാൽ ചേച്ചിനെ കുറെ വഴക്ക് പറഞ്ഞു. അത് വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളീനെ വിളിച്ച് വഴക്ക് പറഞ്ഞു, എൻ്റെ മോനെ കാണാനാണ് കൊണ്ടുവന്നത്, പിന്നെ ഞാൻ ശമ്പളം കൊടുക്കുന്ന ജോലിക്കാരിനെ വഴക്ക് പറയാനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ഇല്ല. പുള്ളീനോടുള്ള ദേഷ്യത്തിന് അപ്പം ഞാൻ നന്നായി ഷൗട്ട് ചെയ്ത് അങ്ങനെയൊക്കെ സംസാരിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ മോനെ കാണാൻ പറ്റിയിട്ടില്ല, കാണിക്കത്തില്ല. വീട്ടിൽ പോയാൽ ഒന്നല്ലെങ്കിൽ എന്നെ പിടിച്ച് അടിക്കും. പിന്നെ എനിക്ക് കുറച്ച് മെന്റലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ ഏർവാടി എന്ന് പറയും, ഈ സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോയി ഇടുന്ന സ്ഥലമാണ്. അപ്പൊ എന്നെ അവിടെ കൊണ്ടുപോയി ഇടണം എന്ന് പറഞ്ഞ് വണ്ടിക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് ഇഷ്യൂസും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പൊ ഇതൊക്കെ കാരണം ഞാൻ വീട്ടിൽ പോകാം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ അവിടെ നിന്ന് ഏർവാടി കൊണ്ടുപോയി ഇടും, അല്ലെങ്കിൽ അതിന് മുൻപ് എന്നെ 8 ദിവസം മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് എന്നെ. അത് പുള്ളി അങ്ങനെയാ, പെട്ടെന്ന് പുള്ളിയുടെ മൈൻഡ് മാറും. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് പുള്ളി. ആ സമയത്തൊക്കെ ഇങ്ങനെയാണ്. എന്നെ 8 ദിവസം ഇവിടെ ആലുവയിൽ മെഡിക്കൽ കോളേജിൽ 8 ദിവസം മെന്റൽ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് പുള്ളി. അപ്പൊ ഇതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയി. പുള്ളി എന്നെ ഇങ്ങനെ വല്ലയിടത്തും ചങ്ങലയ്ക്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഈ 7 മക്കള് പട്ടിണിയാവും. എനിക്ക് 4 എണ്ണം ഉണ്ട്, പുള്ളിക്ക് 3 എണ്ണം ഉണ്ട്. ഇതൊക്കെ പട്ടിണിയാവും. ഞാനൊരാള് പണിക്ക് പോകുന്നുള്ളൂ. എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡും ജോലിക്ക് പോക്ക് കണക്കാണ്, രണ്ടാമത്തെ ഹസ്ബൻഡും ജോലിക്ക് പോകത്തില്ല. പിന്നെ അവരുടെ 2 പേരുടെ ഭാര്യമാരും ജോലിക്ക് പോകുന്നില്ല. ഞാൻ ഒരാൾ ജോലിക്ക് പോയിട്ട് വേണമെങ്കിൽ 3 കുടുംബം നോക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് ഇവരെയൊക്കെ ആരും നോക്കും? അത് കാരണം ഞാൻ പോയിട്ടില്ല. ഈ ഒരാഴ്ച ഞാൻ വീട്ടിൽ പോയില്ല. മോനെ പറയാതെ കൊണ്ടുവന്നതിന്റെ പേരിൽ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പുറത്ത് 5 ദിവസം ചേച്ചി അവിടെ നിന്നു. ഈ 5 ദിവസം മേലത്തെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എൻ്റെ മോനെ. ഞാനൊരു പോലീസ് കേസ് കൊടുക്കാന്നൊക്കെ വെച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, ഇപ്പൊ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, മോനെ നോക്കുന്നുണ്ടല്ലോ. ചേച്ചി വിളിക്കുമ്പോൾ പറയും ഫുഡ് കൊടുക്കാനും കുളിപ്പിക്കാനും ഒക്കെ മേലെ കൊണ്ടുപോയിട്ടോ, താഴേക്ക് ഇറക്കുന്നേ ഇല്ല. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്ന മോനെ എൻ്റെ അടുത്തോട്ട് പുള്ളി ബാത്റൂമിൽ കയറുന്ന സമയത്ത് കൊച്ചു താഴെ ഇറങ്ങി വന്ന് ചേച്ചിനെ കെട്ടിപ്പിടിക്കും, അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ അപ്പൊ തന്നെ വലിച്ച് മേലോട്ട് കൊണ്ടുപോകും. അപ്പൊ അവർക്ക് അത് ഭയങ്കര വിഷമം. അത്രയും 3-4 മാസം എൻ്റെ മോനെ നോക്കിയതല്ലേ. അപ്പൊ അവര് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ നിൽക്കാം, കൊച്ചിനൊന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല, ഫുഡ് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ചേച്ചിക്ക് പറ്റുമെങ്കിൽ നിൽക്ക്, പുള്ളിയുടെ സ്വഭാവം എപ്പോഴാണ് മാറാന്ന് അറിയില്ല. പുള്ളി പെട്ടെന്ന് മൈൻഡ് മാറുന്ന ഒരു സ്വഭാവമാണ്. പറ്റുമെങ്കിൽ നിൽക്കും. അപ്പൊ ചേച്ചി പിന്നെ 2 ദിവസം നിന്നിട്ടാണ് എനിക്ക് പറ്റത്തില്ല മോളെ, കാരണം കൊച്ച് മേലെ കിടന്ന് വിമ്മിഷ്ടം മുട്ടും, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കൊച്ചിന് താഴ്ത്തിറക്കും. എനിക്ക് 2-3 ഡോഗ്സ് ഉണ്ട് വീട്ടില്. ഇതിനെ പോലും കളിപ്പിക്കാൻ ഈ ഡോഗി എൻ്റെ മോന് വേണ്ടി മേടിച്ചിട്ടാണ് ഡോഗിന്, അതിനെ പോലും കളിപ്പിക്കാൻ താഴോട്ട് ഇറക്കുന്നില്ല. അപ്പൊ ചേച്ചി നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കൊച്ചിനെ ഇറക്കുമല്ലോ, അപ്പൊ കൊച്ചിന് കളിക്കാമല്ലോ താഴെ. അതും പറഞ്ഞ് ചേച്ചി പോകുന്ന സമയത്ത് എൻ്റെ മോൻ ഇറങ്ങി വന്നു, ഞാനും ഉണ്ട് അമ്മ എന്ന് പറഞ്ഞ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വന്നപ്പോൾ വലിച്ചു മേലോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. പോണ സമയത്ത് ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല, മേലോട്ട് വലിച്ചോണ്ട് പോയി, കാണണ്ടെന്ന് പറഞ്ഞു. വണ്ടി കയറുന്ന സമയത്ത് മോൻ ബാൽക്കണിയിൽ മേലത്തെ ഇതില് ബാൽക്കണിയിൽ വന്ന് നിന്നിട്ട് അമ്മയെ ഞാനും ഉണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് കിടന്ന് കരഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴും കാണാൻ അവിടുന്ന് പോലും അത്രയും ഹൈറ്റിൽ നിന്ന് പോലും കൊച്ചിനെ ഒന്ന് കാണാൻ സമ്മതിക്കാതെ മോനെ റൂമിൽ വലിച്ചുകൊണ്ട് പോയി. ഇങ്ങനെയാണ് ചേച്ചി പോവാൻ കാരണം. അവിടുന്ന് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടും. ഈ മക്കളുടെ ഇഷ്യൂസ് പറഞ്ഞിട്ട്, ഫണ്ടിന്റെ ഇഷ്യൂസ് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ജോലിയുടെ ശമ്പളം വരുന്നതെല്ലാം പുള്ളിയുടെ അക്കൗണ്ടിലാണ്. എനിക്ക് ഒരു 10 രൂപ വേണമെങ്കിൽ ഞാൻ പുള്ളിനോട് ചോദിക്കണം. ഞാൻ പണിയെടുത്ത പൈസ എനിക്ക് വേണമെങ്കിൽ ഞാൻ പുള്ളിനോട് ചോദിക്കണം. എന്നാലും എനിക്കതൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിനോടല്ലേ ഞാൻ മനഃപൂർവ്വം പുള്ളിയുടെ ഇത് വെച്ചെന്നേ ഉള്ളൂ. അക്കൗണ്ടൊക്കെ പുള്ളിയുടെ കൊടുത്തത് കാരണം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മുന്നിൽ 10 രൂപക്ക് കൈ നീട്ടണ്ടല്ലോ, ആ ഒരു ഗതികേട് വരണ്ടല്ലോ. കാരണം എന്നെ അത്രയും കാലം നന്നായി നോക്കിയതാ. ഈ 2 വർഷമായിട്ടാണ് എനിക്ക് ജോലിക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളൂ. അത് കാരണം പുള്ളിയുടെ അക്കൗണ്ട് വെച്ച് കൊടുത്ത് എല്ലാം പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് പോണത്. എനിക്ക് അത്യാവശ്യം ശമ്പളം ആഴ്ചയിൽ കയറുന്നത് അക്കൗണ്ടിൽ. പക്ഷെ
ഒരു കുഴപ്പമില്ലാണ്ട് 3 ഫാമിലിയും നോക്കി അടിച്ചു പൊളിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് എവിടെയൊക്കെ കറങ്ങാൻ പോകണം എന്തൊക്കെ ചെയ്യണം എല്ലാം ചെയ്ത് ഹാപ്പി ആയിട്ട് പോരുന്നതാ. ഇതിന്റെ ഇടയിൽ എന്താ പെട്ടെന്ന് സംഭവിച്ചെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. മക്കളെ കൊണ്ടുവരുന്ന ഒരു ഇഷ്യൂസ് പറഞ്ഞു, അതാണ് മെയിൻ കാരണം. കൊണ്ടുവന്ന് നിർത്തുന്നതായിരുന്നു മെയിൻ പ്രശ്നം. അത് ഈ കല്യാണം കഴിഞ്ഞ സമയത്തും ഇതുപോലെ 3 ആളെയും കൊണ്ടുവന്ന് നിർത്തി. എൻ്റെ ഉമ്മ ഉണ്ട് അന്ന് ഉമ്മ ഇപ്പം ഇല്ല, മരിച്ചു. ഉള്ള സമയത്ത് കൊണ്ടുവന്ന് നിർത്തി. ഞാൻ അവരെ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ എൻ്റെ 3 മക്കള് റൂമിനകത്ത് ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മോനെ എന്ന് വെച്ചപ്പോ അന്ന് എൻ്റെ 3ാമത്തെ മോന് 2.5 വയസ്സേ ഉള്ളൂ. അവന്റെ മുഖത്ത് പുറത്ത് മേല് മൊത്തം ഈ കേബിളിന്റെ വയറ് വെച്ച് അടിച്ച് മൊത്തം മുറി ആയിട്ട് ആകെ 3 ആളും പേടിച്ച് വിറച്ചിരിക്കുക. മൂത്തവര് 2 ആളും പോട്ടെ, ഈ ചെറുതിനാകെ 2.5 വയസ്സേ ഉള്ളന്ന്. ഇപ്പൊ എന്റെ മരിച്ച ഈ മോന് 4 വയസ്സെങ്കിലും ഉണ്ട്. അന്ന് എൻ്റെ 3ാമത്തിന് 2.5 വയസ്സുള്ളൂ. ആ കൊച്ചിനെ പോലും വെറുതെ വിടാതെ അടിച്ച് 3 എണ്ണത്തിനാകെ ഇതാക്കി വെച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ അപ്പോഴും വഴക്കായി. എന്നിട്ട് ഞാൻ ഈ 3 മക്കളെയും വലിച്ച് ഇറങ്ങി. കാരണം ഇവരെ നോക്കുമെന്ന് പറഞ്ഞല്ലേ കല്യാണം കഴിച്ചത്, എന്നിട്ടാണ് ഇങ്ങനെ കാണിച്ച് എന്നാണ് ഞാൻ പുള്ളീനെ അന്ന് തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ വേറെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും നന്നായി നോക്കിക്കോളാം, നല്ല രീതിയിൽ നോക്കിക്കോളാം, എനിക്ക് വേറെ ആരും ഇല്ല, നമുക്ക് ഇവിടുന്ന് ഉപേക്ഷിച്ച പോയി കയറാൻ എനിക്ക് സ്വന്തം വീടില്ല. ഞാൻ ജനിച്ചതും വാടകയ്ക്കാണ്, ഇപ്പോഴും വാടകയ്ക്കാണ്. ജനിച്ചപ്പോൾ തൊട്ട് ഇതുവരെ ഞാൻ വാടകയ്ക്കാണ്. എനിക്ക് തറവാടെന്ന് പറയാനോ ഇല്ലെങ്കിൽ എവിടെയും പോയി കിടക്കാൻ എനിക്ക് അങ്ങനെ ആരും ഇല്ല. അപ്പം വീണ്ടും ഗതികെട്ട് നോക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ വീണ്ടും ഞാൻ പുള്ളിയുടെ കൂടെ തന്നെ 3 മക്കളെയും കൊണ്ടുവന്നു. എന്നിട്ടും എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തി പോവാൻ. അതുകൊണ്ടാണ് പാൽപ്പായസത്തിലോട്ട് വന്ന സമയത്ത് കുട്ടികളുടെ പഠിപ്പ് പോകും. അതിന്റെ പേരിൽ 3 ആളെ ഞാൻ ആദ്യത്തെ എൻ്റെ അടുത്താക്കി കൊടുത്ത് ചെലവിന്റെ കാര്യങ്ങൾ കാശ് അയച്ചു കൊടുക്കും. ഞാൻ ഇടയ്ക്ക് പോയി കാണും, ഇടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെയൊക്കെയാണ്. ഞാൻ ഈ കഴിഞ്ഞ മാസം 24-ാം തീയതി രാത്രിയിൽ എൻ്റെ മോൻ്റെ പിറന്നാളായിരുന്നു, മൂത്ത മോൻ്റെ പിറന്നാളായിരുന്നു 25-ാം തീയതി. അപ്പോൾ 24-ാം തീയതി ഞാൻ ഇവിടുന്ന് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെയും കൊണ്ട് പോയായിരുന്നു. അപ്പോൾ ഈ 24-ാം തീയതി പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ ചെറിയ മോനെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ തരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഇഷ്യൂസ്. എൻ്റെ മോനെ എനിക്ക് തരത്തില്ല, ഞങ്ങൾ തമ്മിൽ വഴക്കായതിനു ശേഷം. അപ്പോൾ ഞാൻ അവനെ കൊണ്ടുപോകാതെ ഞാൻ പോയി. 25-ാം തീയതി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് 25-ാം തീയതി തന്നെ തിരിച്ചു വന്നു. അന്ന് എനിക്കൊരു വോയിസ് അയച്ചായിരുന്നു, നിനക്ക് നിന്റെ 3 മക്കളെ അല്ലേ വേണ്ടത്, എൻ്റെ മോനെ വേണ്ടാലോ എന്നുള്ളൊരു വോയിസ്. ആ ഒരു വിഷമം എനിക്ക് അതിന് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മരണകാരണം അതായിരിക്കാം. ഞാൻ അവരെ തള്ളിക്കളഞ്ഞു, അവരെ വേണ്ട എന്ന് വെച്ചത്. അപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒന്നുണ്ട്, ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്, അല്ലെങ്കിൽ അന്നത്തെ വരെ ഇവര് മരിക്കുന്ന അന്നത്തെ വരെ ഞാൻ ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ്. ഷെരീഫിന് വേണ്ടിയും എൻ്റെ ഈ 7 മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പ്രസവിച്ചത് 4 എണ്ണം, പ്രസവിക്കാത്തത് 3 എണ്ണം. ഈ 7 മക്കൾക്കും ഈ ഹസ്ബൻഡിനും വേണ്ടിയാണ് ഞാൻ കിടന്ന് രാത്രി ഉറങ്ങാണ്ട് രാപ്പകലില്ലാണ്ട് കിടന്ന് ഓടുന്നതും കഷ്ടപ്പെടുന്നതും. ഞങ്ങൾ തമ്മിലുള്ള ഈ സൗന്ദര്യപ്പണക്കത്തിന്റെ പേരിൽ ഒരാഴ്ച എനിക്ക് മാറി നിൽക്കേണ്ടി വന്നേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇല്ല, അതെന്താന്ന് വെച്ചാല് എന്റെ ജോബ് എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാലോ, ഷൂട്ടാണ്. ഷൂട്ട് ബേസ് ചെയ്ത് ഞാനൊരു റൂം എടുത്തിട്ടിട്ടുണ്ട്. ഷൂട്ടിങ്ങിന്റെ ക്യാമറ കാര്യങ്ങൾ വെക്കാനും എൻ്റെ ക്യാമറമാന് താമസിക്കാനും. അവിടെ എൻ്റെ ക്യാമറമാൻ ഉണ്ട്, മാനേജർ ഉണ്ട്, നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളും ഷൂട്ടിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അവിടെയാണ്. ഈ പിണങ്ങിയ സമയത്ത് എനിക്ക് കയറി കിടക്കാൻ എനിക്ക് വേറെ എൻ്റെ വീടോ കൂടപ്പുറപ്പുകളോ ഒന്നുമില്ല ഈ കൊച്ചിയിൽ. ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, 3-4 പേരേ ഉള്ളൂ. ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നേക്കാളും നല്ലത് ഞാൻ വാടക കൊടുക്കുന്ന എൻ്റെ ഫ്ലാറ്റിൽ പോയി നിൽക്കുന്നതല്ല. അപ്പൊ ഞാൻ ഈ പിണങ്ങി നിന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്ലാറ്റിലായിരുന്നു, മുട്ടത്ത് ഫ്ലാറ്റിലായിരുന്നു. പക്ഷെ ഈ ചാനലിലൊക്കെ വന്നിരിക്കുന്നത് ഞാൻ 3 മാസം മുൻപേ പുള്ളിയിൽ നിന്ന് പിരിഞ്ഞു മാറി ഫ്ലാറ്റിലാണെന്നാണ്. പക്ഷെ ഇവരാരും ഇതിന് സത്യാവസ്ഥ എന്താണെന്ന് എന്തിനെ ഈ വീട് എടുത്തവർക്ക് അറിയാം. ആകെ 2 ആഴ്ചയായിട്ടുള്ളൂ വീട് എടുത്തിട്ടെന്ന്. അവിടെ വീടിന്റെ പരിസരത്തുള്ളവർക്കും അറിയാം ഞാൻ അവിടെ വരാറുണ്ട്, പോവാറുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് താമസിക്കും. എന്നിട്ട് ചാനലിൽ വന്നിരിക്കുന്നത് 3 മാസം മുൻപേ ഞങ്ങൾ പിരിഞ്ഞിരിക്കുകയാണെന്നാണ്. അപ്പോ ഈ സംഭവം നടക്കുന്ന വാട്സാപ്പിൽ മെസ്സേജ് കിട്ടിയതിന് ശേഷം എന്താ ചെയ്തത്? ഞാനപ്പൊ തന്നെ ഇറങ്ങി. കാരണം സത്യമാണ്, കാരണം പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുൻപേ എൻ്റെ 3 മക്കളെ തല്ലിയിട്ടുണ്ട്. ദുബായിൽ വെച്ച് ഈ മരിച്ച മോനെ ദുബായിൽ വെച്ച് എനിക്ക് പാൽപ്പായസത്തിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിന്റെ കോടതിയിൽ വന്നേ പറ്റത്തുള്ളൂ, ഹാജരായേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സമൻസ് വന്നായിരുന്നു. ദുബായിലായതുകൊണ്ട് 2 സമൻസ് എനിക്ക് ഒപ്പിട്ട് വാങ്ങാൻ പറ്റിയില്ല. 3-ാമത്തെ സമൻസ് വന്നപ്പോൾ വന്നേ പറ്റത്തുള്ളൂ.
അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ടിക്കറ്റിന് ഒരുപാട് കാശാവും 3 പേർക്ക്. ഞാൻ അവരവിടെ നിർത്തി ഞാൻ ഇങ്ങോട്ട് വന്നു. ഇത് കോടതിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നേരം വൈകി ഒരു 6 മണി 7 മണി കാണും. ആ സമയത്ത് എനിക്ക് അവിടെ നിന്ന് വീഡിയോസുകൾ, ഫോട്ടോസ്, വോയിസ് ഒക്കെ അയക്കാൻ. എൻ്റെ മോനെ അടിച്ചിട്ട് ചങ്കിലൊക്കെ ഇങ്ങനെ പിടിച്ച് അടിക്കുന്നതും, അവൻ കരയടാ എന്നിട്ട് അവനെ പിടിച്ച് അടിക്കുന്നതും ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന ദേഷ്യത്തിന്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഈ പേടി ഉള്ളതുകൊണ്ടാണ് ഞാനൊരു ജോലിക്കാരിനെ വെക്കാനും ഇതിനൊക്കെ കാരണം. ഫോട്ടോ കണ്ടതിന് ശേഷം എനിക്ക് അറിയാം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി ഓടി. അപ്പൊ തന്നെ ഫ്രണ്ട്സിനെ വിളിച്ച് പോയി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ഞാൻ വീടിന് തൊട്ടടുത്ത് അവിടെ നോക്കാൻ ഒരാളുണ്ട്. വീട് നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ വിളിച്ചു. ഞങ്ങൾ അവിടെ എത്തുന്നേക്കാളും തൊട്ടപ്പുറത്ത് വീടല്ലേ, ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 25 മിനിറ്റ് യാത്രയുണ്ട്. അപ്പൊ ഞാൻ അയാളെ അപ്പൊ തന്നെ വിളിച്ചു. ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് പോയി നോക്കാൻ പറഞ്ഞിട്ട്. പുള്ളീനെ ഞാൻ ഒരുപാട് സമയം വിളിച്ചിട്ടും പുള്ളി ഫോൺ എടുത്തില്ല. പുള്ളി ഉറങ്ങുമല്ല, ബിസിയാണ്, വേറെ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. വീട് എത്തുന്നതിന് ഒരു 5 മിനിറ്റ് മുൻപേ പുള്ളി ഫോൺ എടുത്തു. ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണോ, ഒന്ന് പെട്ടെന്ന് പോയി നോക്കും, ഞങ്ങൾ ഇവിടെ എത്താനായിരുന്നു. പുള്ളി പോയി ബെല്ലടിച്ചിട്ട് തുറക്കുന്നില്ല, മൊത്തം ലൈറ്റ് ഒക്കെ ഓഫാണ്, ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് മോള് അങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല, ഞാൻ വൈകുന്നേരം കണ്ടതാണ്, പപ്പീനെ ആയിട്ട് മോനെയൊക്കെ ആയിട്ട് ചായയും കുടിച്ച് കളിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്, പുള്ളി കണ്ടതാണ്, ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാന്ന് നിങ്ങൾ പറയണല്ലേ. എന്റെ ഭർത്താവിന്റെ സ്വഭാവം എനിക്കറിയാം. ഒന്ന് ബെല്ലടിച്ചോണ്ടിരിക്കും ഞങ്ങൾ അവിടെ എത്തണ വരുന്നത്. പുള്ളി പോയി, പുള്ളി ഒരു ബെല്ലടിച്ച് പുള്ളി പോയി. ഞങ്ങളവിടെ വന്ന്, ഞാൻ അവിടെ ചെന്ന്, എന്നിട്ട് അപ്പൊ ഈ പുള്ളി അവിടെ ഇല്ല. ചെന്ന് ഞാൻ ബെല്ലടിച്ച് ലൈറ്റ്, അവിടെ പപ്പി കിടന്ന് കുരയ്ക്കുന്നുണ്ട്, വീടിനകത്തെ പപ്പികള്. അപ്പൊ ഈ പപ്പി കിടന്ന് കുരയ്ക്കുന്നുണ്ട്, ഇവരുടെ എനക്കൊന്നുമില്ല. അപ്പൊ ഞാൻ അവനോട്, എന്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, പുള്ളി ഒളിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ തന്നെ എന്റെ ഫ്രണ്ട് ഒരാൾ എന്നെ സൺസൈഡിന്റെ മേലേക്ക് കയറ്റി തന്നു. എനിക്ക് കൈകാലം വരച്ചിട്ട് കയറാൻ പോലും പറ്റുന്നില്ല, അത്രയും ഹൈറ്റും ഉണ്ട്. എന്നാലും അവൻ എന്നെ കയറ്റി തന്നു. കയറി നോക്കുമ്പോൾ ഇവര് തൂങ്ങി നിൽക്കുന്ന ജനവാതിലിന് നേരെ ഓപ്പോസിറ്റ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇരുട്ടായതുകൊണ്ട് എനിക്ക് കാണാം. പക്ഷെ ടോർച്ച് അടിച്ച് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും. അപ്പത്തെ മാനസികാവസ്ഥയിൽ ടോർച്ച് അടിച്ച് നോക്കുന്നൊന്നും എനിക്ക് മൈൻഡിൽ വന്നില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ജനവാതിലിൽ നിന്ന് കൊട്ടുക, ഈ ജനവാതിലിന്റെ ഇപ്പുറത്ത് ഇവര് തൂങ്ങി നിൽക്കുന്ന, ഇപ്പുറത്ത് നിന്നോണ്ട് ഞാൻ കൊട്ടിക്കൊണ്ടിരിക്കുക, ടോർച്ച് അടിച്ച് എനിക്ക് കാണാൻ പറ്റും. ഞാൻ അവനോട് പറഞ്ഞു, ഒന്നും കാണുന്നില്ല, ഒച്ചയും ബഹളം ഒന്നും കേൾക്കുന്നില്ല. എന്നാൽ അവനെ എന്നെ തിരിച്ചിറക്കി. വേറെ 2 പേരും കൂടെ അപ്പുറത്തെ സൈഡിലൂടെ, ഞാനും കയറി, ഞങ്ങൾ 3 പേരും കൂടെ വീണ്ടും അപ്പുറത്തെ സൈഡിൽ സൺസൈഡിൽ കയറി. അവിടെ ഒന്നുമില്ല, മൊത്തം ജനവാതിൽ മൊത്തം തുണി വെച്ച് മറച്ചു വെച്ചിരിക്കപ്പോഴും. അങ്ങനെ ഇയാളെ വീണ്ടും വിളിച്ചു വരുത്തിച്ചു. ഞങ്ങൾ നോക്കി നടക്കുന്ന ആളെ വീണ്ടും വിളിച്ചു വരുത്തിച്ച് അയാളെ കൊണ്ട് കോണി കൊണ്ടുവന്ന് വീണ്ടും എൻ്റെ 2 ഫ്രണ്ട്സ് മേലെ കയറി. അവരാണ് ഇത് കാണുന്നത്. അപ്പൊ ഇവര് 2 പേരും നോക്കി കയറി കാണുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫും ഈ നോക്കി നടത്തുന്ന ആളും കൂടെ പുറകത്തെ വാതിൽ പൊളിക്കാനുള്ള ശ്രമത്തിലാണ്. പൊളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് കയറി നോക്കി ഒരാൾ വന്നിട്ട് ഈ ആളെ വിളിച്ചുകൊണ്ട് പോയി. ഈ നോക്കി നടത്തുന്ന ആളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു അവര് പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടിന്റെ വൈഫും കൂടെ ഇത് പൊളിക്കാൻ നോക്കുക. അപ്പൊ തന്നെ ഇവൻ എന്നെ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, നീ പൊളിക്കാൻ നോക്കണ്ട, വാന്ന് പറഞ്ഞു. എന്റെ ഫ്രണ്ടിലോട്ട് പോകണം. പക്ഷെ എന്താന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, ടെൻഷൻ ആവല്ലേ, 2 ആളും പോയെന്ന് പറഞ്ഞു. അവര് മേലെ കയറി കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ചു നേരത്തേക്ക് ഷോക്കായി. കരയാനും തോന്നുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം ഞാൻ കുറച്ചു നേരം അങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് അപ്പോത്തിന് അവര് പോലീസുകാരൊക്കെ വിളിച്ചു. എൻ്റെ ഫ്രണ്ട് എന്നെ പോലീസുകാരെ വിളിച്ചു. പോലീസുകാർ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെയാ ഇയാളെ കൊണ്ട് മറ്റേ പാരയൊക്കെ കൊണ്ടുവന്ന് ഫ്രണ്ട് തന്നെയാ. അവർക്ക് പോലീസുകാർക്കും എല്ലാവരും ഉണ്ട്. ഞാൻ അപ്പൊ അവിടെ ഫ്രണ്ടിൽ ഇരിപ്പാ. എനിക്ക് അവിടെ നിന്ന് ഇരുന്നോർന്ന് എഴുന്നേക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം എനിക്കിത് വിശ്വാസം ഇല്ല. ഇവര് കണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വിശ്വാസം ആവുന്നില്ല. എനിക്ക് ആകെ ഷോക്കായ പോലെ ഞാൻ അവിടെ ഇരിപ്പാണ്. എൻ്റെ ഫ്രണ്ടാണ് പോയി വാതിൽ കുത്തി തുറന്ന് പോലീസുകാർ മേലെ കയറി നോക്കണത്. ഇവരും കയറി പോലീസുകാരും കയറി കണ്ട് കൺഫേം ആയി നടന്നപ്പോൾ ഞാൻ ഇറങ്ങി ഓടി. ബാക്ക് ഡോറാ പൊളിച്ചത്. ഞാനും ഇറങ്ങി ഓടി. കോണിപ്പടി പകുതി കയറുമ്പോത്തിന് മേലെ ആയിരുന്നു. കോണി എത്തുമ്പോത്തിന് എൻ്റെ ഫ്രണ്ട് എന്നെ പിടിച്ച് വലിച്ച് താഴോട്ട് കൊണ്ടുവന്ന് കാണണ്ട. കാരണം എനിക്ക് അത് കണ്ട അവിടെ തീർന്നു എല്ലാം. ഇവര് സമ്മതിച്ചില്ല. പോലീസുകാരും പറഞ്ഞു കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറെ വാശി പിടിച്ചു എനിക്ക് കാണണമെന്ന് പറഞ്ഞ്. കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നു. അങ്ങനെ അവിടെ 4 മണി വരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പുലർച്ചെ 4 മണി, 12 മണിക്ക് ഞങ്ങൾ അവിടെ എത്തി. ഈ സംഭവം പറഞ്ഞ് 12 മണിക്ക് എത്തി. പുലർച്ചെ 4 മണി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പോലീസുകാർ വന്ന് എന്നോട് കുറെ ചോദ്യങ്ങൾ. എനിക്ക് സത്യം പറഞ്ഞാൽ മോന്റെ പേരെന്താന്ന് ചോദിച്ചിട്ട് പോലും എനിക്കിപ്പോ പറയാൻ കിട്ടുന്നില്ല. എന്താണ്, എത്ര വയസ്സുണ്ട്, പേരെന്താ, ഒന്നും എനിക്ക് പറയാൻ നാവ് പൊന്തുന്നില്ല. കിട്ടുന്നതൊക്കെ പറഞ്ഞു. ഞാൻ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അവർക്ക് വേണ്ടൊക്കെ എഴുതിയെടുത്ത് 4 മണി വരെ അവിടെ നിന്ന് അവർ 2 പോലീസുകാരെ അവിടെ നിർത്തി കൊടുത്തു. അവരൊക്കെ നിന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് തന്നെ അവർ പറഞ്ഞു
എന്നെ കൊണ്ടക്കോളാൻ പറഞ്ഞു. എൻ്റെ കരച്ചിലും ബഹളം കണ്ടപ്പോൾ പോലീസുകാർ പറഞ്ഞു കൊണ്ടൊക്കെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, 8 മണി കഴിയാതെ ബോഡി ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബോഡി കണ്ടില്ല. എന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ അവിടെ നിന്ന് കൊണ്ടുപോയി, റൂമിലോട്ട് കൊണ്ടുപോയി. ഇല്ല, ബോഡി ഇറക്കുന്ന സമയത്ത് രാവിലെ 8 മണിക്ക് എന്നെ അവിടുത്തെ മാഡം വിളിച്ചായിരുന്നു. സ്റ്റേഷനിലെ മാഡം വിളിച്ചിട്ട് പറഞ്ഞു കാണണമെങ്കിൽ വന്ന് കണ്ടോ, ഇറക്കുവാണെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും മെന്റലി ഓക്കെ അല്ലായിരുന്നു, ഇതായിട്ട് ഇരിക്കുമായിരുന്നു. ആ സമയത്ത് എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പോവാൻ നിൽക്കണ്ട, നാട്ടിൽ നിന്ന് ഷെരീഫിൻ്റെ ആൾക്കാരൊക്കെ കൂടെ ആകെ ഇളകി വരുക, 2 വണ്ടി ആൾക്കാർ വരുന്നുണ്ട്, എന്നെ കൈ കിട്ടി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു, ഇവിടുന്ന് മരണം വിളിച്ചു പറഞ്ഞവർ അവരെയൊക്കെ വിളിച്ചു പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട, അവരെന്തെങ്കിലും ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സും സമ്മതിച്ചില്ല, കാണാൻ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു ഹോസ്പിറ്റലിൽ പോയി കാണാമെന്ന് ചിന്തിച്ചപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചത് ഞാൻ പോയി ഈ ബോഡി ഏറ്റുവാങ്ങിയ എനിക്ക് 1 സെന്റ് സ്ഥലമില്ല, ഒരു വീടില്ല, ഒരു കൂടപ്പുറപ്പുകളില്ല, എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് അറിയൂല. ഈ സിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വല്ല ശ്മശാനത്തിലും കൊണ്ടുപോയി കത്തിക്കേണ്ടി വരും. അതിനേക്കാൾ എനിക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് അവിടുന്ന് മാറി നിൽക്കുക, ബോഡി ഏറ്റ് വാങ്ങാൻ പോവാതിരിക്കുക എന്ന് പറയുന്നത്. എൻ്റെ മോനോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഉപകാരം അതാ. കാരണം ഞാൻ അത് ചെയ്തുകൊണ്ട് അവരുടെ ആൾക്കാർ വന്നു അവരെ കൊണ്ടുപോയി അവർക്ക് നല്ലൊരു കബറിടം കിട്ടിയെന്ന് അവരുടെ നാട്ടിൽ. അതാവുമ്പോൾ അവരുടെ കൂടപ്പുറപ്പുകൾ ആഴ്ചയിൽ പോയി നോക്കുകയും അവർക്ക് വേണ്ട ഞങ്ങളുടേതായ മതത്തിലുള്ള ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഉസ്താദന്മാരൊക്കെ വിളിച്ച് ആ കാര്യങ്ങൾ ചെയ്യും. ഞാനത് ഏറ്റുവാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ശ്മശാനത്തിൽ തീർന്നേനെ രണ്ടും. അതിനേക്കാൾ നല്ലത് ഞാനൊന്ന് മാറി നിന്ന് അവർക്ക് നല്ലൊരു കബറിടം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. ഈ വാശിപ്പുറത്ത് ഞാൻ അവിടെ പോയി അവരെ ഫാമിലിനായിട്ട് ഫൈറ്റ് ചെയ്ത് ബോഡി മേടിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ എവിടെ കൊണ്ടുവയ്ക്കാനാ? ഞാനേ കിടക്കുന്നത് വല്ലവരുടെ ഫ്ലാറ്റിലാണ്, ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ ഇതൊന്നും നാട്ടുകാർക്ക് ഇതൊന്നും അറിയണ്ട സത്യാവസ്ഥ എന്താണെന്ന്. എനിക്കാരും ബോധിപ്പിക്കണമെന്നില്ല. എന്താന്ന് വെച്ചാല് പലരും പല രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്കൊരു വിഷമവുമില്ല, ഇനിയിപ്പോ സുഖമായല്ലോ, ഭർത്താവും മോനും പോയി, ഇനി ഹാപ്പി ആയിട്ട് ജീവിക്കാലോ. എൻ്റെ ജീവിതമേ അവരാണ്, എൻ്റെ ജീവന്റെ പാതിയാണ് ഇപ്പൊ പോയിട്ടുള്ളത്. എത്ര നാളും ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ്. അവര് പോയെന്നും പറഞ്ഞ് എനിക്ക് ജീവൻ കളയാനോ കരഞ്ഞോണ്ടിരിക്കാനോ എനിക്ക് പറ്റത്തില്ല. കാരണം എൻ്റെ വിഷമം എൻ്റെ ഉള്ളിൽ ഒതുക്കാനേ എനിക്ക് പറ്റുള്ളൂ. അവര് പോയെന്നും പറഞ്ഞ് ഞാൻ കിടന്ന് ഇന്ന് എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം, എനിക്ക് ആരും മേടിച്ചു തരാനില്ല. ഈ സമയം വരെ എൻ്റെ ഫാമിലിയിൽ നിന്നാവട്ടെ അവരുടെ ഫാമിലിയിൽ നിന്നാവട്ടെ ഞാൻ ചത്തിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്ന് ആരും വിളിച്ച് ചോദിച്ചിട്ടില്ല. എനിക്കങ്ങനെ ആരും ഇല്ല ചോദിക്കാൻ. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താനും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇനി മുന്നോട്ട് എനിക്ക് 3 മക്കളുണ്ട് നാട്ടിൽ. ഈ മരിച്ചു പോയ ഷെരീഫിന് 3 മക്കളുണ്ട് നാട്ടിൽ. ഈ 2 കുടുംബം ഇനി ഞാനാ നോക്കേണ്ടത്. അപ്പൊ എനിക്ക് ഇനി ജോലി ചെയ്താൽ പറ്റും, മുന്നോട്ട് ഇറങ്ങിയേ പറ്റൂ, ഞാൻ ഓക്കെ ആയേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. തീർച്ചയായും ഞാൻ അഭിനയിക്കും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഓഫീസിൽ പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യണമെന്ന് എനിക്കറിയാം. ആകെ അറിയുന്നത് അടുക്കളപ്പണിയും. പണ്ട് ഞാൻ ചെയ്തിരുന്നത് അതാണ്. വീട്ടിൽ ജോലിക്ക് പോയി വീട്ടുകളിൽ അടിച്ചെടുത്ത് തുടക്കാനും ജോലിക്കും പോയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. ആ ശമ്പളമൊന്നും ഇന്നത്തെ കാലത്ത് ഒന്നും ആവൂല. ഈ 6 മക്കളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചെലവുണ്ട്? അപ്പൊ എനിക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. സോഷ്യൽ മീഡിയക്കാർ ഇനി പലതും പറയും. അവൾ വീണ്ടും ഇറങ്ങി, അവൾക്കൊരു വിഷമവുമില്ല. എന്റെ വിഷമം എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്റെ വിഷമം അത് എന്റെ മോൻ മരിച്ചെന്ന് ഞാനിപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എന്റെ മോനെ ഞാൻ അവസാനമായിട്ട് കാണുന്നത് ചിരിച്ച മുഖത്തോടെ നല്ല രീതിയിൽ ഞാൻ ഹാപ്പിയായി പറഞ്ഞു വിട്ടതാണ്. എനിക്ക് ആ മുഖം എന്റെ മനസ്സിലുണ്ട്. ബോഡി കാണാത്തതിൽ എനിക്ക് വിഷമമില്ല, ഞാൻ ഹാപ്പിയാണ്. കാരണം ബോഡി കണ്ടിരുന്നെങ്കിൽ ഞാൻ അത് ഉൾക്കൊള്ളുമായിരുന്നു മരിച്ചത്. പക്ഷെ ഞാൻ ഇന്നത് വിശ്വസിക്കുന്നില്ല. കാരണം എന്റെ മോനെ ഭൂമിയിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ ഇല്ലാണ്ടാവണം. എൻ്റെ ജീവന്റെ പാതിയാണ് എൻ്റെ മകൻ. എൻ്റെ മകൻ ഇപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇനി എങ്ങനെയെന്ന് വെച്ചാൽ ഇതുവരെ എങ്ങനെയായിരുന്നു അങ്ങനത്തെ അതിൽ നിന്ന് തിരിച്ചുപോക്ക് ഇനിയില്ല. കാരണം നമ്മുടെ മീഡിയയിലൊക്കെ ഇന്ന് പല കമൻസും വരുന്നുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചൂടെ, ജോലി ചെയ്ത് ജീവിച്ചൂടെ. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ജോലി, എനിക്ക് അറിയാവുന്ന ജോലി. ഇതിനപ്പുറം ഒരു ജോലി എനിക്ക് അറിയില്ല, അതിനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. ഇന്ന് ട്രാൻസ് ആയിട്ടുള്ളവർക്ക് പോലും ഒരു ടെക്സ്റ്റൈൽസിൽ പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല. വളരെ മോശമായ രീതിയിലാണ് അവിടെ നിന്ന് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും എക്സ്പോർട്സ് ഒക്കെ ചെയ്ത് ഇത്രയും മീഡിയയിലൊക്കെ വന്നാൽ ഞാൻ ഈ പർപ്പസും പോലുള്ള വെബ് സീരീസ് ഒക്കെ ചെയ്ത് ഞാൻ ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ അവിടെ എനിക്ക് കിട്ടുന്ന പരിഗണന എത്രത്തോളം.
അംഗങ്ങളെ പോറ്റാനും പറ്റില്ല ഒരിക്കലും. അവർ സാമ്പത്തിക സ്ഥിതി വെച്ച് ഒരിക്കലും എനിക്ക് ഇനി ഇതിൽ നിന്നൊരു തിരിച്ചുപോക്ക് ഒരിക്കലും എനിക്കത് സാധ്യമല്ല. അത് ഇനി ഞാൻ ഇങ്ങനെ തന്നെയാണ്. കാരണം മരിച്ചു പോയവരുടെ പേരും പറഞ്ഞ് ഞാൻ വിഷമിച്ചിരുന്ന് കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്ന 6 എണ്ണമുണ്ട്. എൻ്റെ 6 മക്കളുണ്ട്. അവർ പട്ടിണിയും എനിക്ക് അവരെ നോക്കണം. എനിക്കെന്ന് പറഞ്ഞ് ഈ 30 വയസ്സ് വരെ എനിക്കെന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചിട്ടില്ല. ഈ 30 വയസ്സ് വരെ എൻ്റെ മക്കൾക്ക് വേണ്ടി, ആദ്യത്തെ ഹസ്ബൻഡിന് വേണ്ടി, രണ്ടാമത്തെ ഹസ്ബൻഡിന് വേണ്ടി, എൻ്റെ ഉമ്മ വയ്യാണ്ട് കിടന്നിട്ട് എൻ്റെ ഉമ്മക്ക് വേണ്ടി, അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത്. എനിക്ക് വേണ്ടി ഇതുവരെ ഞാൻ ജീവിച്ചില്ല, ഇനി ജീവിക്കണമെന്നുമില്ല. കാരണം വളർന്നു വരുന്ന 6 എണ്ണമുണ്ട്. ഞാനിങ്ങനെ എൻ്റെ ജീവിതം നോക്കിപ്പോയി കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് അവരെ നോക്കണം. അതിന് വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് തൊഴിലാണ് എനിക്ക് ചെയ്യാൻ പറ്റുക അത് ഞാൻ ചെയ്യും. അതിൻ്റെ പേരിൽ ഇനി ആരൊക്കെ എന്തൊക്കെ കുത്തിപ്പൊക്കി വന്നാലും എന്നെ ബാധിക്കുന്നതല്ല. പിന്നെ കേസ്